എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോഫി കുര്യാക്കോസ്. എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ചാറുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മീനച്ചാറും ബീഫച്ചാറും വരെ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഞാനും ഇതൊക്കെ ഉണ്ടാക്കി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും പരീക്ഷിക്കാത്തതും കിടിലൻ രുചിയിലുള്ളതുമായ പലതരം അച്ചാറുകൾ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും ചെലവ് കുറഞ്ഞതും വെറൈറ്റിയുമായ 6 അച്ചാറുകളുടെ റെസിപ്പികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം ഒരു കക്കയിറച്ചി അച്ചാറാണ്. ഇതിന് കിടിലൻ രുചിയാണെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയിറച്ചി വൃത്തിയാക്കിയത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നത്. 20 വെളുത്തുള്ളി അല്ലി തീരെ കനം കുറച്ചരിഞ്ഞത്, നീളത്തിൽ തന്നെയാണെങ്കിലും കനം കുറച്ചരിഞ്ഞത്. ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ അല്പം നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവ് കുറവുള്ളതും എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും സാധാരണ ഓർഡിനറി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വീതമാണ് മുളക് പൊടി എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് ചൂടാക്കി പൊടിച്ചതാണ്. ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്. കായം ഇടുമ്പം പറയാം എന്തോരാണെന്ന്, അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില, നല്ലെണ്ണ, വിനാഗിരി. ഈ കക്കയിറച്ചി വറക്കാനും നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. അതിൻ്റെ അളവ് അന്നേരം പറയാം. കക്കയിറച്ചി ക്ലീൻ ചെയ്യുന്ന വിധം ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതല്ല, ഇപ്പൊ ഉള്ളവർക്ക് വേണ്ടി വീണ്ടും കാണിക്കുവാണ്. ഇവിടെ ഒരു കറുത്ത ഒരു ഉണ്ട്, അത് നമ്മൾ ഞെക്കി തന്നെ കളയണം. ഇങ്ങനെ എടുത്ത് തന്നെ കളഞ്ഞ് അത് ഉപ്പിലും വിനാഗിരിയിലും ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഈ സാധനം ഇരുന്നാൽ വയറിന് കേടാകും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഞെക്കി കളയണം. അത് ചെറുതായാലും വലുതായാലും അതിൽ നിന്ന് ഇതുപോലെയുള്ള ഈ കറുത്ത അംശം എടുത്ത് കളയണം. എല്ലാത്തിനും ഉണ്ട്, അതിങ്ങനെ നമുക്ക് കാണാം. അടി പിടിച്ച് ഞെക്കരുത്, അതിൻ്റെ അകത്തുള്ള ഫ്ലഷ് എല്ലാം കൂടെ പുറത്തോട്ട് വരും. ഈ മേൽഭാഗത്ത് മാത്രം ഇങ്ങനെ ഞെക്കി ഇതുപോലെ എടുത്ത് കളയണം. അങ്ങനെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ. ഇനി നമുക്ക് കക്കയിറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മുളക് പൊടി, അതിന് കൃത്യ അളവ് വേണ്ട, നമുക്ക് ബാക്കി ഈ അച്ചാറിനകത്ത് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് 2 ഇനം മുളക് പൊടിയിൽ നിന്നും കുറേശ്ശെ ചേർക്കുക. മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി മുഴുവനും ഇടണം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മുഴുവനും. അതുപോലെ മല്ലിപ്പൊടി. സാധാരണ അച്ചാറിനൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇത് കക്കയിറച്ചിക്കകത്ത് മല്ലിപ്പൊടി ചേർത്തിരിക്കണം, അത് നല്ല ടേസ്റ്റുള്ളതാണ്. ഉപ്പ്, കുറച്ച് ഉപ്പിടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് വെള്ളം നന്നായിട്ട് വാർന്നെടുത്തതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് അല്പം വെള്ളമയം ഉണ്ട്. ഈ മുളക് പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് പെരളാൻ മാത്രമുള്ള വെള്ളമയം ഇതിനകത്തുണ്ട്. വേറെ വെള്ളം ഇതിനകത്ത് ചേർക്കണ്ട. നന്നായിട്ട് തിരുമ്മി വെക്കണം. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം എല്ലാ കക്കയിറച്ചിയിലും വരണം. അപ്പോൾ ഇത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച കക്കയിറച്ചി ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒന്നിച്ചിട്ടിട്ടുണ്ട്. ഇത് നല്ലെണ്ണയിൽ വറക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിട്ട് വീണ്ടും അത് അച്ചാറാക്കുമ്പോൾ നല്ലെണ്ണയിലിടാം. ഒരു 1/4 ഭാഗം മുരിച്ച് അങ്ങനെ എടുത്താൽ മതി. മുഴുവനും നന്നായിട്ട് മുരിയണ്ട.
ഇത് ഞാൻ ഒന്നിച്ചിട്ടത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നത് മൂത്ത് പോകും, മേലിട്ടത് വേകാതെ വരും. തീ ഇതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കണം. ഇപ്പം ഞാൻ തീ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാലും കുഴഞ്ഞു പോകുന്ന സാധനമല്ല കക്കയിറച്ചി. ഈ കക്കയിറച്ചിയിൽ അല്പം ഉപ്പ് കുറവാണ്, ഞാൻ അല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി, ഉപ്പ് പിടിച്ചോളും. വേറെ ഏത് മീനോ എന്ത് വറുത്താലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ കുഴഞ്ഞു പോകും, ഇതങ്ങനെ പോവില്ല. ഇപ്പം ഇത് 3/4 ഭാഗം മൂത്തിട്ടുണ്ട്. ഈ പത ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ലെണ്ണയിൽ വറുത്തത് കൊണ്ടാണ്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റാം. കക്കയിറച്ചി വറുത്ത് കോരിയിട്ടുണ്ട്. ആ ചട്ടിയിൽ തന്നെയാണ് ഞാനിത് അച്ചാറിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് ഉലുവ ചേർക്കാം. കടുക് ഉലുവായും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയേക്കാൾ അല്പം മൂപ്പ് കൂടുതലുണ്ട് വെളുത്തുള്ളിക്ക്. അതുകൊണ്ട് വെളുത്തുള്ളി ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞിട്ട് ഇഞ്ചി ഇടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഈ മുളക് പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് കിട്ടണം. എന്ന് വെച്ചാൽ ഒത്തിരി മൂത്ത് പോകണ്ട, അതിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി ഒരല്പം ബ്രൗൺ കളറായി വരണം. ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുവാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. കായപ്പൊടി കക്കയിറച്ചിയുടെ എല്ലാ ഭാഗത്തും ആയി കിട്ടണം. ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് വിനാഗിരി ഒഴിക്കുന്ന കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഏകദേശം വിനാഗിരി ഒഴിക്കുന്ന ആ 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാവുന്നതാണ്. ഇതിൻ്റെ
ഉപ്പും പുളിയും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കണം. അല്പം ഉപ്പ് ചേർക്കണം. കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ആവശ്യമായിട്ടുണ്ട്. അച്ചാറായതുകൊണ്ട് ഉപ്പ് അല്പം മുമ്പിൽ നിൽക്കുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ ഒത്തിരി ആയി പോകരുത്. വിനാഗിരിയുടെ പുളി ചേരുമ്പോഴത്തേക്കും ഉപ്പ് നന്നായിട്ട് വേണം. അപ്പം ആവശ്യത്തിന് പുളിയും ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട്. നമ്മുടെ കല്ലുമ്മക്കായ അച്ചാർ റെഡിയായി. അതായത് കക്ക ഇറച്ചി അച്ചാർ റെഡിയായി. ഇത് നന്നായിട്ട് തണുക്കണം. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് ചില്ലുകുപ്പിയിൽ അടച്ച് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മത്തിയൊക്കെ അച്ചാറിടാൻ പറ്റുമോ? പലർക്കും ഉള്ളൊരു സംശയമാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ, ഈ സൂപ്പർ മത്തി അച്ചാർ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് വെട്ടി കഴുകി വൃത്തിയാക്കിയ ശേഷം 1/2 കിലോ മത്തിയാണ്. ഇത് മുറിച്ച് വരഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വെട്ടി കഴുകിയതിന് ശേഷമാണ് 1/2 കിലോ ഉള്ളത്. 20 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കയറിയത്, 2 ടേബിൾ സ്പൂൺ, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതായത് ഇതിപ്പം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കാണും, അതും ഇതുപോലെ തന്നെ നീളത്തിൽ എരിഞ്ഞ് വെച്ചേക്കുന്നത്, 8 പച്ചമുളക് നടുവേ കയറിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ പൊടി. ഇത് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവയാണ്. ചൂടാക്കി പൊടിക്കുന്നതാണ് നല്ലത്. ഇനി ഉലുവ പൊടി ഇല്ലെങ്കിൽ കൂടെ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടാലും മതി. 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് മുഴുവൻ കാശ്മീരി മുളക് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അങ്ങനെ കൂടുതൽ എരിവ് വേണ്ടിയവർക്ക് പകുതി എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടി എടുക്കുക. 3/4 ടീസ്പൂൺ കായം, 3/4 കപ്പ് വിനാഗിരി, വെളിച്ചെണ്ണ, വറുക്കാനാണ് വെളിച്ചെണ്ണ, നല്ലെണ്ണയിലാണ് അച്ചാർ ഇടുന്നത്, ഉപ്പ്, വെള്ളം, കറിവേപ്പില. ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് അച്ചാറിനകത്ത് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. ഈ മത്തിക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി. നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. ഇപ്പം ഈ മത്തിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളം മതി ഇതിന്. ഒത്തിരി വെള്ളമായാലും വറക്കുമ്പോഴൊന്നും മസാല മത്തിയെ പിടിക്കുകയില്ല. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 2-3 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച മത്തിയാണ്. ഇത് നമുക്ക് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വറക്കാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറേശ്ശെ വറുത്ത് കോരാം. പിന്നെ ഈ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഒന്നിനും ഉപയോഗിക്കുകയല്ലാത്തതുകൊണ്ട് ബാക്കി വന്നാൽ അത് കളയുകയേ ഉള്ളൂ. ചൂടായ എണ്ണയിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഒത്തിരി തിപ്പി ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെ നമുക്കിട്ട് വറുത്ത് പോരാം. ഇനി ഇപ്പം നല്ലവണ്ണം എണ്ണ തിളച്ച് കയറി. ഇനി ചെറു തീയും അല്ല മീഡിയം അല്ലാത്ത രീതിയിലുള്ള തീയിൽ വേണം വറുത്തെടുക്കാൻ. ഇതിൻ്റെ ഒരു വശം മൂത്തൊന്ന് നോക്കാം. ഒരു വശം മൂത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മത്തിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ആ രീതിയിൽ ഇത് മൂത്ത് കിട്ടണം. ഇത് മുഴുവൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനിയും ചെറുതീയിൽ തന്നെ ഇരുന്ന് മൂത്ത് കിട്ടണം. ഈ മത്തി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇത് നമ്മൾ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇരിക്കുന്ന മത്തിയും ഇതുപോലെ വറുത്തെടുക്കാം. ഇനി നമുക്കിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് അച്ചാറിന് ബാക്കിയുള്ളതെല്ലാം മൂപ്പിച്ചെടുക്കാം. ഇതിന് ഞാൻ കട്ടിയുള്ളൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇപ്പം ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറിന് ഇച്ചിരി ഏറെ എണ്ണ വേണം. ഞാനൊരു 10 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. ഉലുവ ചേർക്കാം. കറിവേപ്പില, വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളകും ചേർക്കാം. ഇഞ്ചി ചേർക്കാം. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മത്തി അത്ര നീളത്തിൽ മുറിച്ചുകൊണ്ടാണ് ഞാൻ പച്ചമുളകും ഇഞ്ചി എല്ലാം ഇതുപോലെ നീളത്തിൽ മുറിച്ചത്. വെളുത്തുള്ളി അല്പം ഇതിന് കൂടിയാലും ഇഞ്ചി ഒത്തിരി കൂടണ്ട. ഇഞ്ചിയുടെ കുത്തൽ ഒത്തിരി നിൽക്കണ്ട. അതാണ് നല്ലത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യണം. എന്നിട്ട് പൊടികൾ ചേർക്കാം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ അകത്തോടെ 3/4 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ചൂടാക്കി തിളപ്പിച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കരുത്. ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വിനാഗിരി ചേർക്കാം. 1/4 കപ്പ് വിനാഗിരിയാണ് ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം. ഇതിൻ്റെ അകത്ത് വേറെ പുളിയൊന്നുമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പുളി പോരെങ്കിൽ വീണ്ടും അല്പം വിനാഗിരി ചൂടാക്കി ആറിച്ച് തന്നെ ഒഴിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. മീൻ നമ്മൾ ഉപ്പിട്ട് വറുത്തതാണ്. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കി ഉപ്പ് ചേർക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട്. ഉപ്പും പുളിയും മീൻ ഇട്ട് കഴിഞ്ഞ് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അല്പം വെള്ളം ഒഴിച്ചെങ്കിലേ ഇതിൻ്റെ അകത്തെ മീനിൽ മസാലയൊന്ന് പിടിക്കുകയുള്ളൂ. അതിനായിട്ടാണ് അല്പം വെള്ളം ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അത് ഒത്തിരി ഡ്രൈ ആയി പോകും. നമുക്ക് എടുക്കുമ്പോഴത്തേക്കും വല്ലാണ്ട് വരണ്ടിരിക്കും. നമ്മൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കാം.
തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരല്പം നേരം ഇത് കിടന്ന് തിളച്ച് ഈ മസാലയെല്ലാം ഈ മീനിലൊന്ന് പിടിക്കണം. അതുവരെ ഒന്ന് തിളച്ച് അല്പം വെള്ളം ഒന്ന് വറ്റണം. ശരിക്ക് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഉപ്പും പുളി ഒന്നുകൂടെ നോക്കണം. അപ്പോൾ ഇത് മീനിട്ട് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും വീണ്ടും അല്പം കൂടെ കുറുകി വരും. എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം നോക്കണം. പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം കുപ്പിയിലാക്കി സൂക്ഷിക്കണം. നമ്മുടെ മത്തി അച്ചാർ റെഡിയായി. അടുത്തത് ഒരു ചെമ്മീൻ അച്ചാർ. ഈ ചെമ്മീൻ അച്ചാറിൻ്റെ പ്രത്യേകത എന്തുവാ? അത് ഉടയാതെ കിടക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സൂപ്പർ ചെമ്മീൻ അച്ചാർ നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലേ? ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയത്. ചെമ്മീൻ വൃത്തിയാക്കിയത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നമ്മൾ പൊളിച്ച് കടകളിൽ ഇപ്പം ചെമ്മീൻ പൊളിച്ച് കിട്ടും. പൊളിച്ച് കിട്ടിയാൽ അവർ ഇതിൻ്റെ വെയിൻ എടുത്ത് കളയല, മിക്കവാറും കളയല, പറഞ്ഞു നോക്കണം. അങ്ങനെ വെയിൻ എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ മുറിച്ച് ഇതിനകത്ത് ഒരു വെയിൻ ഉണ്ട്, അത് എടുത്ത് കളയണം. ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണണം. 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, ഒരു 25 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്, ഇതുപോലെ കീറിയിട്ട് 3-4 ഒക്കെ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, വെള്ളം, വെളിച്ചെണ്ണ വറക്കാൻ ആവശ്യമുള്ളത്, 1/4 കപ്പോളം വിനാഗിരി. വിനാഗിരിയുടെ പുളി അനുസരിച്ചിരിക്കും, എല്ലാ വിനാഗിരിക്കും ഒരേ പുളിയല്ല. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമുക്ക് വീണ്ടും കുറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ആദ്യമേ കുറച്ച് ഉപ്പിടുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മാരിനേറ്റ് ചെയ്യാൻ പേസ്റ്റ് തന്നെ ആയിരിക്കണം. എല്ലാം കൂടെ നല്ലവണ്ണം തിരുമ്മി വെക്കണം. ഇത് നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറായി. ഇനി നമുക്കതൊന്ന് വറുത്ത് പോരാം. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണ്ട. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്നത് പോലെ മൂപ്പിക്കണ്ട. ഒരു 1/4 വേവ് കഴിഞ്ഞാൽ മതി. ഇടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് ഈ മസാല അങ്ങോട്ട് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. നമുക്ക് ഇടയ്ക്കൊന്ന് മൂടി വെച്ചാലും കുഴപ്പമില്ല. തീ കുറച്ചിടണം. നമുക്കിതൊന്ന് നോക്കാം. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ഇത് നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാറിടുന്നത്. അതുകൊണ്ടാണ് ഇത് ഒത്തിരി എണ്ണ കിടക്കണ്ട ഇതിനകത്ത്. അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്ത് പോരുക. ബാക്കി നമുക്ക് നല്ലെണ്ണയിലാണ് ഇത് അച്ചാറിടുന്നത്. കുറച്ചും കൂടെ ആകണം.
ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5-6 മിനിറ്റ് കൂടുതലുള്ള വേവില്ല ചെമ്മീന്. നമ്മുടെ ചെമ്മീൻ ഇപ്പം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ചെമ്മീൻ അതിൻ്റെ ഗ്രേവി ഇരിക്കുന്നതും കൂടെ കോരി മാറ്റണം, അല്ലെങ്കിൽ അത് ഇനി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ റോ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് ഉലുവ പൊടിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഉലുവ ചേർക്കുന്നില്ല. ഇനി അങ്ങനെ ഉലുവ പൊടി ഇല്ലെങ്കിൽ ഉലുവ ഈ സമയം കടുക് പൊട്ടുന്ന കഴിയുമ്പോൾ ആ കൂടെ തന്നെ ഉലുവ ഇടണം. ഉലുവ പൊടി ഇടുവാണെങ്കിൽ വറുത്ത് പൊടിച്ച് തന്നെ ഇടണം. അതും ഉലുവപ്പൊടി കൂടിപ്പോയാൽ കയ്പ്പരസം ഉണ്ടാകും. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ അവസരത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പൊടി ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ചൂടിൽ കിടന്ന് ഈ മുളക് പൊടി ഒന്ന് മൂത്താൽ മതി. മുളക് മൂക്കാതെ ഇരിക്കരുത്, മൂത്ത് കിട്ടുകയും വേണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കാം. ഇത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്. ഈ മുളകൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. ഇനി നമുക്ക് തീ കത്തിക്കാം. വിനാഗിരി തിളയ്ക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇനി അതോടെ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ ഉപ്പിട്ട് വറുത്താണ്, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഗ്രേവിയുടെ ഉപ്പ് നോക്കണം, ഉപ്പും പുളിയും നോക്കണം. വിനാഗിരി മതിയോ? അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർക്കാം. ഇത് ഞാൻ കട്ടക്കായം വറുത്ത് പൊടിച്ചതാണ്.
പച്ച കായപ്പൊടിയാണ്, അതായത് പൊടിയാണ് ഇടുന്നതെങ്കിൽ ഇത് വരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വരട്ടുന്ന സമയത്ത് കായപ്പൊടിയാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് വറുത്ത് പൊടിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇട്ടത്. ഈ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം പോലെ കിടന്നാലും ഇത് കുറച്ചുകൂടെ കുറുകി കിട്ടും. ഇനി ഇത് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇതിൻ്റെ ഉപ്പും കായും എല്ലാം ഒന്ന് നോക്കണം. വിനാഗിരി ഇപ്പം അല്പം കൂടുതലാണെങ്കിലും മീനെ പിടിച്ച് വരുമ്പോഴത്തേനും പാകമായിക്കൊള്ളും. അപ്പം നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡിയായി. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞ് ചില്ലുകുപ്പിയിൽ അടച്ച് സൂക്ഷിക്കണം. ബീഫ് അച്ചാർ പോലെ തന്നെ ചിക്കനും അച്ചാറിടാം. ഈ കിടിലൻ ചിക്കൻ അച്ചാർ ഒന്ന് കണ്ടു നോക്കൂ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്. ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 തുടം വെളുത്തുള്ളി, ഇതുപോലെയുള്ള രണ്ട് വെളുത്തുള്ളി മുഴുവനും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത്, നീളത്തിൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. 3 പച്ചമുളക് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്. ഈ ചിക്കൻ വറക്കാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ, അച്ചാറിടാൻ എടുക്കുന്നത് നല്ലെണ്ണ. അതിൻ്റെയൊക്കെ അളവ് അന്നേരം പറയാം. 1/2 കപ്പിൽ താഴെ വിനാഗിരി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഇതിൻ്റെ അകത്ത് കഴുകി വെച്ചതിൻ്റെ അകത്തൊക്കെ അല്പം വെള്ളം കാണുമെന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടാം. ബോൺലെസ് ചിക്കനാണ് അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുറേശ്ശെ മുളക് പൊടി ഇട്ടാൽ മതി. 2 കൂട്ടം മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഗരം മസാല മുഴുവൻ ചേർക്കണം. കുരുമുളക് പൊടിയിൽ കുറച്ച് ചേർക്കണം. ബാക്കി നമുക്ക് അച്ചാറിനകത്ത് തന്നെ ഇടാനുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ വറക്കാൻ മാത്രമുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, ഡീപ് ഫ്രൈ ചെയ്യുന്നില്ല. പോരെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് അങ്ങനെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഈ വലിയ പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് ഇടാവുന്നിടത്തോളം ഇടുവാണ്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് കുറച്ചിടണം, അല്ലെങ്കിൽ ചിക്കൻ വേകാതെ പുറം ഭാഗം പെട്ടെന്ന് മുരിഞ്ഞു പോകും.
നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. ഇതൊന്ന് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു 8-10 മിനിറ്റോളം ഈ ചിക്കൻ ചെറുതീയിലിട്ട് ഞാൻ വേവിച്ചെടുത്തതാണ്. തിരിച്ച് ഒരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തതാണ്. ഇപ്പം ഈ ചിക്കൻ മൂത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി ചിക്കനും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ എണ്ണ പോരെങ്കിൽ അല്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട്. എനിക്ക് ആദ്യം ഒഴിച്ച എണ്ണ തന്നെ മതിയായിരുന്നു. ഞാൻ അതിന്റെ പിശടെല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെയാണ് ഞാൻ അച്ചാർ ഇടുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിക്കാം. ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലെണ്ണയിൽ അച്ചാറായതുകൊണ്ട് അല്പം എണ്ണ മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. വറക്കാനായിട്ട് വെളിച്ചെണ്ണയും അച്ചാർ ഇടാനായിട്ട് നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർക്കാം. ഉലുവയും ചേർക്കാം. ഉലുവ ഇതിന് ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി. ഇത് തീർത്ത് കുറച്ച് വെച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കുവാണ്. നമ്മൾ ചിക്കനകത്തിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അല്പം ഉപ്പ് കൂടെ ചേർത്തത്. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരി ചേർക്കാം. ഞാൻ 1/2 കപ്പിൽ 1 ടേബിൾ സ്പൂൺ കുറച്ചാണ് വിനാഗിരി എടുത്തിരിക്കുന്നത്. വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് തിളക്കണം. വിനാഗിരി ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പിൽ താഴെ, അതായത് വിനാഗിരി ഒഴിച്ച് അത്രയും വെള്ളം കൂടെ ചേർക്കുവാണ്. ചിക്കൻ ഒന്ന് വേകാനുണ്ട്. ഇടയ്ക്ക് കുറച്ച് ചിക്കൻ നമ്മൾ വറുത്തതാണെങ്കിൽ ചിലപ്പോൾ ഉൾഭാഗം വെന്തില്ലെങ്കിൽ അതൊന്ന് വേകാനായിട്ടും ഈ മസാല ഇതിൽ മുഴുവൻ പിടിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. ഇനി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കണം. ഉപ്പും പുളിയും നോക്കണം. ഇപ്പം ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞൊന്ന് തിളച്ചിട്ടുണ്ട്. ഉപ്പ് അല്പം പോരായികയാണ്. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറു തീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒന്ന് നോക്കാം.
എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വിനാഗിരിയും വെള്ളത്തിലും ഒക്കെ കിടന്നാണ് ഈ ചിക്കൻ ഒന്ന് കുതിർന്ന് വരുന്നത്, അല്ലെങ്കിൽ അത്ര ഡ്രൈ ആയി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. മിക്സ് ചെയ്യാം. ഇപ്പം ഈ അവസാനം നമ്മൾ കായപ്പൊടി ചേർത്താൽ കായത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അച്ചാറിന് നിന്നോളും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പം 2 മിനിറ്റ് അടച്ചു വെച്ചതാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയും കായത്തിൻ്റെ ടേസ്റ്റും എല്ലാം നന്നായിട്ട് നോക്കണം. നമ്മുടെ ചിക്കൻ അച്ചാർ റെഡിയായി. ഇനി ഇത് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇതൊരു 2 മാസത്തോളം ഫ്രിഡ്ജിൽ കേടാകാതെ ഇരുന്നോളൂ. നത്തോലി ഒരു ചെറിയ മീനല്ല, അങ്ങനെ പറയാറുണ്ടല്ലോ. രുചിയിൽ കേമനായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ആ നത്തോലി ഒന്ന് അച്ചാറിട്ടാലോ? ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 350 ഗ്രാം നത്തോലിയാണ്. ഇത് വൃത്തിയാക്കിയതിന് ശേഷമാണ് 350 ഗ്രാം ഉള്ളത്. 15 വെളുത്തുള്ളി അല്ലി തീരെ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതും കനം കുറച്ച് അരിഞ്ഞതാണ്. 2 പച്ചമുളക് അരിഞ്ഞത്. മുളക് പൊടി ഞാൻ എരിവുള്ളതും എരിവ് കുറഞ്ഞതും എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, എരിവ് കുറഞ്ഞ മുളക് പൊടിയും അതായത് കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ലെണ്ണ, വിനാഗിരി. ഇത് നല്ലെണ്ണയുടെയും വിനാഗിരിയുടെ അളവ് ഒഴിക്കുമ്പം പറയാം. കായം, ഇതിൻ്റെ അളവ് കായപ്പൊടിയുടെ അളവ് ഇടുമ്പം പറയാം. നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇതിന് പ്രത്യേക അളവൊന്നുമില്ല, നമുക്ക് ബാക്കി മുളക് പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളതാണ്. എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. അല്പം വെള്ളമയം ഈ മീനിൽ തന്നെയുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് മാറ്റി വെക്കാം. നത്തോലി മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് വറുത്തെടുക്കാം. മീൻ വറുക്കാനായിട്ട് ഉള്ള പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ച് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിലും മതി. ഞാൻ ഇതിനകത്ത് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായി. അതിലേക്ക് മീനിട്ട് വറുത്തെടുക്കാം. കഴിക്കാൻ എടുക്കുന്നത് പോലെ ഫ്രൈ ആക്കണ്ട, ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അല്പം കൂടെ കഴിയുമ്പോൾ ഇച്ചിരി തീ കുറച്ചിട്ട് കൊടുക്കും. ഇത് നമ്മൾ മീനിട്ട് വെച്ചിട്ട് 7 മിനിറ്റോളമായി. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാൻ നോക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മറിച്ചിടാനായിട്ട്. ഇപ്പോൾ എല്ലാ മീനും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം തീ കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഈ മീൻ നമ്മൾ മറിച്ചിട്ടിട്ട് 6 മിനിറ്റും കൂടിയായി. ഇനി ഇപ്പം മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കോരിയെടുക്കാം. ഇത്രയും മൂത്ത് കിട്ടിയാൽ മതി.
ബാക്കി മീനും കൂടെ നമുക്ക് ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. അപ്പം മുഴുവനും മീനും നമ്മൾ വറുത്ത് കോരി കഴിഞ്ഞ് അതിൻ്റെ അത് കുറച്ചെണ്ണ ബാക്കിയുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടെ ചേർക്കുവാണ്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഉലുവ ചേർക്കാം. ഉലുവ പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവായി ചേർക്കുന്നുള്ളൂ. ഉലുവായും കടുകും പൊട്ടി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി പച്ചമുളകും ചേർക്കാം. ഇപ്പം ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം. അല്ലെങ്കിൽ അച്ചാറൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പച്ചച്ചവ ഇങ്ങനെ നിൽക്കും. തീ ഇപ്പം ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഈ മുളകിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടണം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. മീൻ ഉപ്പിട്ടതാണെങ്കിലും അരപ്പിന് ഉപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി ചേർക്കുവാണ്. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഈ അരപ്പൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടി ചേർക്കുവാണ്. ഞാൻ അല്പം ഉപ്പും കൂടെ ചേർക്കുവാണ്. വിനാഗിരി ഒഴിച്ചപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയി. ഇതിലേക്ക് മീൻ വറുത്തത് ചേർക്കുവാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. പുളിയും ഉപ്പും എല്ലാം നോക്കണം. കായത്തിൻ്റെ ടേസ്റ്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നാൽ മീൻ ഒത്തിരി പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മുടെ നത്തോലി അച്ചാർ റെഡിയായി. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. അടുത്തത് ഒരു മുട്ട അച്ചാറാണ്. നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും മുട്ടയൊക്കെ അച്ചാറിടാൻ പറ്റുമോന്ന്. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളും മുട്ടയച്ചാർ ഉണ്ടാക്കി നോക്കും. ഇതിന് ഞാൻ 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മുറിച്ചെടുക്കാനുള്ളതാണ്.
ഒരു തുടം വെളുത്തുള്ളി മുഴുവനും, അതൊരു വലുതായിരുന്നു, അത് മുഴുവനും പൊളിച്ച് വെച്ചിരിക്കുന്നത്. ഇത്രയും ഇഞ്ചി, അതായത് ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. മുട്ടയല്ലേ, അപ്പോഴത്തേന് അല്പം എരിവിരിക്കുന്നത് നല്ലതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു 3/4 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, കായപ്പൊടി, അത് അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുമ്പോൾ അന്നേരം അതിൻ്റെ അളവ് പറയാം. ഉപ്പ്, നല്ലെണ്ണ, വിനാഗിരി. മുട്ട മുറിച്ച് അതിൻ്റെ മഞ്ഞക്കരു മാറ്റിയിട്ടുണ്ട്. വെളുത്ത ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നത്. പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ചെറിയ അല്ലിയായിരുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. അതിലേക്ക് ഉലുവായും കൂടെ ചേർക്കാം. വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെക്കണം. അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ചെറിയ തീയിൽ വെച്ച് തന്നെ ഈ മുളകും മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർക്കാം. മുളക് പൊടിയൊക്കെ മൂത്ത് മണം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരി ചേർക്കാം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വരണം. വിനാഗിരി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മുട്ടവെള്ള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കണം. എരിവുണ്ട്, ഉപ്പ് ഇച്ചിരി കുറവാണ്. അതുപോലെ അല്പം കായപ്പൊടിയും കൂടെ വേണം. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുവാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അച്ചാറ് റെഡിയായി. ടീ ഓഫ് ചെയ്യാം. ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് മുട്ടയുടെ മഞ്ഞ ചേർക്കാത്തത് ഒന്നാമത് അത് ഉടഞ്ഞു പോകും. പിന്നെ മുട്ടയുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇത് ഒരു 3-4 ദിവസത്തേക്ക് വെളിയിൽ ഇരിക്കുകയുള്ളു. ഏതായാലും അതിൽ കൂടുതൽ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. ഇതൊരു പുതുമയുള്ള അച്ചാറായതുകൊണ്ട് എല്ലാവരും കഴിച്ചതിന് മുമ്പ് തന്നെ തീർന്നു പോകും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അച്ചാറ് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ എഗ് വൈറ്റ് പിക്കിൾ, അതായത് മുട്ട വെള്ള അച്ചാറ്, ഒരു പുതുമയുള്ള അച്ചാറാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.